നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് 6000 രൂപ വർഷം ലഭിക്കുന്ന കേന്ദ്ര പദ്ധതി നിലവിലുണ്ട്. നമ്മളുടെ സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള അമ്മമാർക്കും 6000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ സ്ത്രീകൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ അമ്മമാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന സ്കീം മാറ്റപ്പെടുക കൂടി ചെയ്യുകയാണ്. അതായത് മൊത്തത്തിൽ 11,000 രൂപയാണ് അമ്മമാർക്ക് സൗജന്യമായിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടായിരിക്കും ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുക. 5,000 രൂപയുടെ പദ്ധതിയുണ്ട്, അതോടൊപ്പം തന്നെ 6,000 രൂപയുടെ സ്കീം കൂടിയുണ്ട്. 5,000 രൂപ ലഭിക്കുന്നത് ആദ്യ പ്രസവത്തിന് നൽകുന്ന സഹായമായിട്ടാണ്. സർക്കാർ ജോലിയൊന്നുമില്ലാത്ത അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി, അതും റേഷൻ കാർഡ് APLO BPLO AVO ഏത് റേഷൻ കാർഡും ആകാം, നമുക്ക് തീർച്ചയായിട്ടും ഈ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന സ്കീമിൽ ആദ്യ പ്രസവത്തിന് നൽകുന്ന സഹായം 5,000 രൂപയാണ്. ഇനി രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുഞ്ഞാണ് ജനിക്കുന്നത് എങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ളവർക്ക് 6,000 രൂപയുടെ പ്രത്യേക സഹായം കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക്, അവർക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ പ്രസവാനന്തരം ചിലപ്പോൾ വിശ്രമമൊക്കെ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ തന്നെ അവർക്ക് വലിയൊരു തുക, അവരുടെ ശമ്പളം ആ സമയത്തൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം. സർക്കാർ മേഖലയിലൊക്കെ ജോലി ഉണ്ടെങ്കിൽ പ്രത്യേക അവധികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സാലറിയോട് കൂടിയ അവധിയൊക്കെ അവർക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക ആനുകൂല്യം നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ആദ്യ പ്രസവത്തിന് 5,000 രൂപ, രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിലാണ് 6,000 രൂപ ലഭിക്കുന്നത്. ഇനി ആദ്യ പ്രസവത്തിന് ലഭിക്കുന്ന 5,000 രൂപ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ, അത് കൺഫേം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അംഗനവാടി, നമ്മുടെ സമീപമുള്ള അംഗനവാടിയിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അതിനുശേഷം ഈ വിവരങ്ങൾ നമ്മളുടെ അംഗനവാടിയിൽ അറിയിച്ചിരിക്കണം. അതിനുശേഷം ആധാർ കാർഡ്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആധാർ കാർഡ്, നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ അംഗനവാടി വഴി നമുക്ക് ലഭിക്കുന്ന ഒരു MCP കാർഡുണ്ട്, മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേജുകളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പിന്നീട് കേന്ദ്ര സർക്കാർ അപ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം എത്തിച്ചേരുന്നത്. വലിയൊരു സഹായം തന്നെയാണ് ഇത്. ആരും പാഴാക്കാതിരിക്കുക. സമീപമുള്ള അംഗനവാടി വഴി തന്നെ നമുക്ക് അപേക്ഷകൾ വെച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത ശേഷം നമുക്ക് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, ഇത്തരത്തിൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ കൃത്യമായി ഈ വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോഷകാഹാര കിറ്റുകൾ അതെല്ലാം തന്നെ കൃത്യമായിട്ട് ഓരോ മാസങ്ങളിൽ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.